ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ മത്സരിക്കുകയാണ് എങ്കിൽ മട്ടന്നൂരിൽ അധിക സമയം ശൈലജ ടീച്ചർക്ക് ചെലവഴിക്കേണ്ടി വരില്ല. മാത്രമല്ല, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ കേരളത്തിൽ പ്രചാരണത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പേര് ശൈലജ ടീച്ചറുടേതാണ്. അപ്പോൾ ശൈലജ ടീച്ചർ സംസ്ഥാനമൊട്ടാകെ പ്രചാരണത്തിന് പോകാൻ കഴിയുമായിരുന്ന ഒരു മത്സരമായിരുന്നേനെ മട്ടന്നൂരിലെ സ്ഥാനാർത്ഥിയായാൽ. മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളെ നിർത്തി ഈ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് DYFI SFI, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സുരേഷ് കുറുപ്പ് കോട്ടയം എന്ന് പറഞ്ഞ കേരള കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലത്തിൽ കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ സ്കറിയ തോമസിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുരേഷ് കുറുപ്പിനെയാണ് നിയോഗിച്ചത്. അല്ലാതെ അവിടെ വളരെ പരിണിതപ്രജ്ഞനായ വളരെ ഉയർന്ന നേതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അന്നും വൈക്കം വിശ്വനെ പോലെയുള്ള വളരെ വലിയ നേതാക്കളൊക്കെ കോട്ടയത്തുണ്ടായിരുന്നു. പക്ഷെ അതേപോലെയുള്ള ഉയർന്ന നേതാക്കളെ അല്ല അന്ന് നിശ്ചയിച്ചിരുന്നത്. പകരം സുരേഷ് കുറുപ്പിനെ പോലെയുള്ള ചെറുപ്പക്കാരെ നിർത്തി അവർ ഇറങ്ങി അങ്ങ് മണ്ഡലം മുഴുവൻ SFI പ്രവർത്തകരെയും DYFI പ്രവർത്തകരെയും കൊണ്ട് നിറച്ച് അവരുടെ ഒരു ഊർജത്തിലാണ് ആ മണ്ഡലം സുരേഷ് കുറുപ്പ് പിടിച്ചെടുത്തത്. ഇവിടെ ഇപ്പോൾ മട്ടന്നൂർ നമ്മൾ നോക്കുമ്പോൾ നേരെ തിരിച്ചാണ്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് മട്ടന്നൂരിലെ വളരെ സുരക്ഷിതമായ സീറ്റിൽ മത്സരിക്കുന്നത്. അത് തെറ്റെന്നാണ് പറയുന്നില്ല. ഈ ആ മണ്ഡലത്തിൽ വളരെ ഈസി വാക്ക് ഓവർന്നോ വിജയമെന്നോ പറയാവുന്നുള്ളൊരു അവസ്ഥയിൽ PK സനോജ് ജയിച്ചു കയറാനാണ് സാധ്യത. ഈ പറഞ്ഞ ഗോവിന്ദ മാഷ് മുതൽ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി വരെ പറയുന്ന ന്യായങ്ങൾ തീർച്ചയായിട്ടും അതിൽ കുറച്ച് വസ്തുതയുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം പേരാവൂർ സണ്ണി നിന്നാൽ ജയിക്കുന്ന ഒരു മണ്ഡലമാണത്. അതിൽ അവിടുത്തെ കുറച്ച് ഇക്വേഷൻസ്, സാമുദായിക സമവാക്യങ്ങളൊക്കെ തന്നെ അതിനനുകൂലമാണ്. അതിനെ മറികടന്ന് പോകാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് ശൈലജ ടീച്ചർ. അതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും അവിടെ കഴിഞ്ഞ ഒരു 5-6 തെരഞ്ഞെടുപ്പുകളിൽ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് ശൈലജ ടീച്ചർ മത്സരിച്ചപ്പോൾ തന്നെയാണ്. അപ്പോൾ അത് ശരി തന്നെയാണ്. പക്ഷേ അത് ശരി തന്നെയാണെന്ന് പറയുമ്പോഴും അവിടെയുള്ള ഒരു ചെറിയ വിഷയം, ഈ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ഒരു മണ്ഡലത്തിലേക്ക് ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ വരുന്നു. അതായത് കേരളം മുഴുവൻ നടന്ന് പ്രചാരണത്തിന് നേതൃത്വം വഹിക്കേണ്ടിയിരുന്ന ഒരാളായിരുന്നു ശൈലജ ടീച്ചർ. ആ ശൈലജ ടീച്ചറെ പേരാവൂരിൽ ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. ഒരുപക്ഷെ പറയാൻ പോകുന്നത് എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിന് വേറെ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയുണ്ട്, LDFന് അതിൻ്റേതായിട്ടുള്ള രീതിയുണ്ട്. അത് ശരിയായിരിക്കാം, അതിലൊന്നും കടക്കുന്നില്ല. പക്ഷേ ഈ ഒരു പോരായ്മ വളരെ ഇതാണ്. പിന്നെ പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം, LDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറാണെന്നുള്ളതിലും തർക്കമില്ല. പക്ഷേ മട്ടന്നൂർ പോലെ ഒരു മണ്ഡലത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ഈ ഒരു പരിമിതി, കാരണം കേന്ദ്ര കമ്മിറ്റി അംഗമായ ഒരു നേതാവ് ഒരു മണ്ഡലത്തിൽ തളച്ചിടപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നത് എത്രമാത്രം ഗുണകരമാണെന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. പക്ഷേ ഓരോ മണ്ഡലവും നിർണായകമാണ്. ഓരോ മണ്ഡലത്തിലെ വിജയവും ഈ ഒരു 3ാം ടേമിൽ അധികാരത്തിൽ എത്തണമെന്ന് പ്രതീക്ഷിക്കുന്ന പാർട്ടിക്ക് വളരെ പ്രധാനമാണ് എന്ന കണക്കുകൂട്ടലിൽ സ്വാഭാവികമായിട്ടും പാർട്ടി എടുത്ത ആ തീരുമാനം, CPM എടുത്ത ആ തീരുമാനം ഒരുപക്ഷെ ശരിയായിരിക്കാം. അതിൽ ഇപ്പോൾ ഒരു പാർട്ടി ഏത് തീരുമാനം എടുക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ അത് പാർട്ടി തീരുമാനിക്കട്ടെ. അപ്പോൾ അത് പാർട്ടിയിലെ അണികൾ ആ തീരുമാനത്തിൽ അവർക്ക് സംശയമുണ്ടെങ്കിൽ അവർ ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ ചോദ്യം ചെയ്യപ്പെടട്ടെ എന്ന് പറയുവാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ.